കൗൺസിലർ കലാരാജു മാധ്യമങ്ങളെ കാണുകയാണ്. ഈ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് നഗരസഭയിലേക്ക് കലാരാജു അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ പോകും മുന്നോട്ട്. വേണ്ടത് ഇനി ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഇനി നിലനിൽക്കുകയുള്ളൂ. CPM-നൊപ്പം നിൽക്കേണ്ട അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മളോട് ഇതുവരെ അവർ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്തത് ജില്ലാ നേതൃത്വവും ഭരണ നേതൃത്വവും ഒക്കെ. അപ്പോൾ അതിന് ചിന്തിക്കണം. നാളെ ഒരു സമയത്ത് ആർക്കും എന്തും സംഭവിക്കാവുന്നതാണ്. സംഭവം 18-ാം തീയതി നടന്ന് ആ വീട്ടിൽ നിന്ന് പോകുന്ന 50 മീറ്റർ നടന്നു പോകുന്ന ആളാണ്. പിന്നെ ആശുപത്രിയിൽ പോയി എന്തിനാണ് അഡ്മിറ്റ് ആയത്? കാരണം ഒരാളെ മുറിവല്ല ഞാൻ പറയുന്നത്, മുറിവല്ല ആണുണ്ടായത്. രാജിവെക്കല്ല. എൻ്റെ അപ്പം നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാനത് കാണിക്കേണ്ടടുത്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരത്തിന് ഏറ്റ ചതവുകൾ അതെൻ്റെ രാജിവെക്കല ഉറപ്പായിട്ട് രാജിവെക്കല. എനിക്ക് എന്നെ സഹായിക്കാൻ അപ്പം അവിടെ ആരും ഇല്ല. എനിക്ക് എൻ്റെ ശക്തി എടുത്ത് ഞാൻ പോയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊക്കെ? കാരണം ഒരാൾ വിവസ്ത്രയായാൽ അത് എങ്ങനെയാലും ചുരുട്ടിക്കൂട്ടി കൊടുക്കാനല്ലേ ശ്രമിക്കുള്ളൂ. ദൃശ്യങ്ങളിൽ അത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കത് മറയ്ക്കാൻ അറിയാം. അതിൻ്റെ ആ പീറലുകൾ എങ്ങനെ മറയ്ക്കണമെന്ന് എനിക്കറിയാം. എൻ്റെ അടിപ്പാവാടയുടെ ചരട് വലിച്ചു പൊട്ടിച്ചത് എനിക്ക് പൊതു സമൂഹത്തിനെ കാണിക്കാൻ പറ്റുമോ? ശരീരത്തിൽ ചതവുകളുണ്ട്. എൻ്റെ വയറിൽ ഇപ്പോഴും എൻ്റെ സൗണ്ടിന് വ്യത്യാസമുണ്ട്. എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതിൻ്റെ. എന്തായാലും ഒരു തരത്തിലും CPM-മായി സഹകരിക്കില്ല. പക്ഷേ രാജിവെക്കുന്ന പ്രശ്നവുമില്ല. കോൺഗ്രസുമായി തന്നെ ചേർന്ന് മുന്നോട്ട് പോകും എന്നുകൂടി വ്യക്തമാക്കുകയാണ് കലാര.